ആഹാ, ഇത് എത്ര നേരമായി? നോക്കി നിന്ന് എൻ്റെ കണ്ണ് കഴിച്ച്. മോള് കയറി വാ. നാ, വെള്ളം കുടി മോള്. എനിക്ക് ഈ ജ്യൂസ് കാണുമ്പം പണ്ടത്തെ കാര്യം ഓർമ്മ വരുക. ഇങ്ങനത്തെയൊക്കെ ജ്യൂസൊക്കെ കാണുന്നത് തന്നെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വിരുന്നുകാർ വരുമ്പോഴേ ഉമ്മ ഇതൊക്കെ ഇറക്കത്തുള്ളൂ. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ. ഇപ്പോഴും ഇവിടെ വിരുന്നുകാർ വരുമ്പോഴേ ഈ വെള്ളം ഞാനിവിടെ കലക്കാറുള്ളൂ. അതിന് ലവൻ കിടന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇച്ചിരി ദാഹിച്ചാൽ പോലും ഉമ്മ ഇച്ചിരി വെള്ളം കലക്കി തരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട്. കുടിക്ക്, നീ ഇപ്പോൾ വിരുന്നുകാരിയാണല്ലോ എൻ്റെ. അല്ലമ്മ, അവനെന്തേ? കണ്ടില്ലല്ലോ അവനെങ്ങും. ഓ, അവൻ്റെ കാര്യമൊന്നും പറയാതിരിക്കുന്നേ നല്ലത്. നീ വരുന്ന പ്രമാണിച്ച് ഞാൻ പോയി ഇച്ചിരി ചിക്കനോ മീനോ എന്തെങ്കിലും മേടിച്ചോണ്ട് വാ മോനെ എന്നും പറഞ്ഞ് വിട്ടതാ. മണിക്കൂർ ഒന്നായി. സൈക്കിള് പോലെ എടുക്കാതെ നടന്നു പോയിരിക്കും. നീ വരുന്നപ്പോഴത്തേക്ക് അവന് സ്കൂളിലും പോക്ക് അങ്ങ് മുടക്കി. ഇനി എപ്പോൾ വരുമെന്നാ വല്ല മൈനയോടും തത്തയോടത്തൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് വരുമ്പം തന്നെ ഒരു നേരമാകും. ഒന്നും പറയണ്ട അവൻ്റെ കാര്യം. പിന്നെ ആണെങ്കിലേ നിന്റെ റൂം ഇപ്പം അവനാ കൈകയറിയിരിക്കുന്നത്. ആ റൂമിലിട്ടിപ്പം ഒരു മനുഷ്യക്കുഞ്ഞിന് കയറാൻ കൊള്ളത്തില്ല. ഒരു ലൈറ്റും കുറേ എന്തൊക്കെയോ ആറൊക്കെയോ ഫോട്ടോ ഒക്കെ എടുത്ത് ഒട്ടിച്ച് വെച്ച് അത് നാശമാക്കിയെന്ന് പറയും നിന്റെ റൂം. ഒന്നും പറയണ്ട. അതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതേ, ഇത്തി വന്നാലും ആ റൂം ഞാൻ വിട്ടു കൊടുക്കത്തില്ല, എൻ്റെ റൂമാന്നൊക്കെ പറഞ്ഞിരിക്കുക അവർ. കൈകയറിയിരിക്കുക. എല്ലാ സാധനങ്ങളും എൻ്റെ റൂമിൽ നിന്ന് മാറ്റി പൊട്ടയ്ക്കൊക്കെയാണ് ആളിപ്പോൾ കിടത്തമൊക്കെ. അവൻ്റെ കാര്യമൊന്നും പറയാതിരിക്കുന്ന നല്ലത്. ഇപ്പം നീ വരുന്ന കാര്യം പറഞ്ഞപ്പോഴേ ആദ്യം തന്നെ പറഞ്ഞ റൂം ഞാൻ വിട്ടുകൊടുക്കത്തില്ല ഉമ്മ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നും പറയണ്ട ഇപ്പം അവൻ്റെ കാര്യം. ഉമ്മ മാറ്, ഞാൻ ചെയ്തോളൂ ഇതൊക്കെ. ഇങ്ങോട്ട് മാറിക്കേ. വേണ്ട വേണ്ട, നീ ഒന്നും ചെയ്യണ്ട. നീ എൻ്റെ ഹാളിൽ പോയിരുന്നില്ല ടി വി ഒക്കെ ആണ് ഇട്ടിരുന്ന് കാണിച്ചല്ലേ. ഇവിടെ അങ്ങ് ഒന്നും ചെയ്യണ്ട, ഇതൊക്കെ ഉമ്മ ചെയ്തോളാം. ചെല്ല്. പണ്ട് ഞാനും കൂടെ ചെയ്ത ജോലിയല്ലേ അമ്മ ഇവിടുത്തൊക്കെ. ഇപ്പം എന്താ, ഞാനും കൂടെ ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ. പണ്ട് ഞാൻ എന്തിനും ചെയ്യാതിരുന്ന ഉമ്മാടെ നല്ല വഴക്ക. വിരുന്നുകാരൊക്കെ വരുമ്പം എടുത്താൽ പൊങ്ങാത്ത ജോലിയുമായിരുന്നു. ഇപ്പോൾ അതിന് മാറ്റം ഉണ്ടായില്ലേ. എടി, ഞാനൊന്നും കൊണ്ട് പറഞ്ഞതല്ല. നീ അവിടുത്തെ ജോലികളെല്ലാം ചെയ്തിട്ട് വരുന്നതല്ലേ. ഇവിടെ വരുമ്പോഴല്ലേ നിനക്കൊന്നൊരു വിശ്രമമൊക്കെ കിട്ടുന്നു. അതുകൊണ്ട് ഉമ്മ പറഞ്ഞതാ. പണ്ട് ഞാനും അങ്ങനെ തന്നെ. എൻ്റെ വീട്ടിലോട്ട് ചെല്ലുമ്പോഴായിരിക്കും എനിക്കൊന്ന് നിങ്ങളെ കൊണ്ടൊക്കെ പോകുമ്പോൾ ഒന്ന് വിശ്രമത്തോടെ ഞാനിരിക്കുന്നത്. ഭർത്താവിൻ്റെ വീട്ടിൽ കിടന്ന് നമ്മൾ ജോലി ചെയ്യുന്നതല്ലേ. അതുകൊണ്ട് ഉമ്മ പറഞ്ഞതാ. എനിക്കിവിടെ വരുമ്പോൾ ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാനൊക്കെ പറ്റത്തുള്ളൂ. അതാ ഉമ്മ പറഞ്ഞത് നീ അവിടെ പോയി ഇരിക്കാൻ പറഞ്ഞത്. ആ ഉമ്മ, പിന്നെ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് പോകത്തുള്ളൂ കേട്ടാ. ഏ, 2 ദിവസത്തേക്കോ? നീ ആ വിളിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ലായിരുന്നല്ലോ എൻ്റെ അടുത്ത്. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉമ്മ എപ്പോഴും പറയുന്ന പോലെയാണ് ഇപ്പോഴും ഉമ്മ പറയുന്നത്. നിൻ്റെ വീടും വീട്ടുകാരൊക്കെ അവർ തന്നെ. അവൻ്റെ ഉമ്മ എന്തെങ്കിലും എടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ മോളത് കണ്ടില്ല കേട്ടില്ല നടിക്കണം. ഒരു പ്രശ്നത്തിന് മോള് ഇതാവരുത്. നീ ഇവിടെ നിൽക്കാൻ വരുന്നതെന്നൊക്കെ പറയുമ്പം തന്നെ എനിക്ക് പേടിയാണ്. മറ്റേത് നീ വന്നാൽ വൈകിട്ട് പോകുന്നതാ. ഇതിപ്പോൾ 2 ദിവസത്തേക്കാക്കി. നീ എൻ്റെ അടുത്തെങ്കിലും പറയാത്തതാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉമ്മ അടുത്ത് പറയണം. പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് അവിടെ തീർക്കുകയും വേണം. ഒരു പരാതിയാട്ടോ പരിഭവമാട്ടോ നീ ഇവിടെ വരികയും ചെയ്യരുത്. നിൻ്റെ വീട് അതാണ്, ഇതല്ല. ഇതെന്തുവാ അമ്മ ഇത്? അവിടുന്ന് കുറേ പരാതി കേട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ ഇത് തന്നെയാണോ പറച്ചില്? ശരിക്കുള്ള വീട് ഏതെൻ്റെ? ഇതാണോ? അതോ എന്നെ കല്യാണം കഴിച്ച വീട് തന്നെയാണോ? ജനിച്ച് വളർന്ന വീടല്ല, കല്യാണം കഴിച്ചുകൊണ്ട് വന്ന വീടുമല്ല. പിന്നെ ഏതാ? അവിടെ ഞാൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ തള്ള പറയുന്നത് എന്താണെന്നറിയോ? ഇത് നിൻ്റെ വീടാണെന്ന് കരുതിയോ? ഇതൊക്കെ നിൻ്റെ വീട്ടിലേ നടക്കത്തുള്ളൂ, ഇവിടെ നടക്കത്തില്ല. ഒന്ന് ഒരു ഗ്ലാസ് ചായ നമുക്കൊന്ന് സ്വാതന്ത്ര്യമായിട്ട് നമുക്കൊന്ന് ഇടണമെങ്കിൽ അവിടെ തള്ളയുടെ സ്വഭാവം എനിക്ക് അനുവാദം വേണം. ഇവിടെ വന്നപ്പോഴോ, ഞാൻ ഇവിടുത്തെ ജനിച്ച് വളർന്ന എൻ്റെ വീട്ടിൽ ഞാൻ വന്നപ്പോൾ ഉമ്മ എന്നെ കാണുന്നത് വിരുന്നുകാരിയെ പോലെ. എനിക്കറിയത്തില്ല. ഇവിടെ പറഞ്ഞാൽ അതാണ് നിൻ്റെ വീട്, അവിടെ ചെല്ലി പറയുമ്പോഴത്തേക്ക് നിൻ്റെ വീട് നിൻ്റെ വീട്ടിലാണ്. ഏതാണ് ശരിക്കുള്ള വീട്? ഞാൻ ആരാ ശരിക്കും? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എൻ്റെ വീട്ടിൽ തന്നെ വരണമെങ്കിൽ എല്ലാവരുടെയും അനുവാദം ചോദിക്കണം. ഭർത്താവിൻ്റെ ചോദിക്കണം. ഭർത്താവിൻ്റെ കഴിഞ്ഞാൽ ഉമ്മയുടെ ചോദിക്കണം, വാപ്പാടെ ചോദിക്കണം, കല്യാണം കഴിച്ചു വിട്ട നാത്തൂൻ്റെ അടുത്ത് ചോദിക്കണം, നാട്ടുകാർക്ക് ചോദിക്കണം, എല്ലായിടത്തും ഞാൻ ചോദിക്കണം. ഇപ്പം ആകെപ്പാട് 2 ദിവസത്തേക്കാണ്.
അത് മാസങ്ങളോളം കയ്യും കാലും പിടിച്ചതിന് ശേഷം എന്നെ 2 ദിവസത്തേക്ക് വിട്ട്. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഉമ്മാക്കാണെങ്കിൽ അവിടെ ഞാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ, 2 ദിവസം നിൽക്കുമ്പോഴത്തേക്ക് ഉമ്മാടെ മുഖം അങ്ങ് മാറും. പ്രശ്നം ഉണ്ടായിട്ടല്ല അമ്മ, 2 ദിവസമെങ്കിൽ 2 ദിവസം എൻ്റെ വീട്ടിൽ എനിക്ക് നല്ല രീതിയിൽ തന്നെ എനിക്ക് ജീവിക്കണം. പണ്ടത്തെ പോലെ എനിക്ക് ആകുകയും വേണം. എനിക്കൊന്നും പറ്റുന്നില്ല ഇവിടെ. ഇവിടെ വരുമ്പോഴാണ് ഇച്ചിരി ആശ്വാസം എനിക്ക് കിട്ടുന്നത്. അതും കൂടി ഇല്ലാതാക്കുവാണ് ഉമ്മ. വന്നപ്പോൾ തന്നെ എന്നെ ഒരുമാതിരി വിരുന്നുകാരിയെ പോലെ ഒരു മൂലയ്ക്ക് കയറ്റി നിർത്തുക എന്നെ. എനിക്കറിയത്തില്ല, എനിക്ക് ഭ്രാന്തെടുക്കുകയാണ് എനിക്ക്. ഒരു സ്വാതന്ത്ര്യവുമില്ല, അവിടെയുമില്ല, ഇപ്പോൾ ദാ എൻ്റെ വീട്ടിലുമില്ല. പണ്ട് ഞാൻ ചെയ്തു തരുന്ന ജോലികൾ പോലും ഇപ്പം അതിനും വിലക്ക്. എനിക്ക് വയ്യ എനിക്ക്. എടി മോളെ, ഉമ്മ അതുകൊണ്ട് പറഞ്ഞതൊന്നുമല്ല. നീ ഇപ്പം എവിടെ പോയി ജീവിച്ചാലും നീ എൻ്റെ മോളല്ലാതാവുന്നില്ല. നിൻ്റെ ജീവിതമൊക്കെ എന്ന് പറഞ്ഞാലും നീ മരണം വരെ ജീവിക്കേണ്ടത് അവിടെ. അത് പിന്നെ എല്ലാവരും പറയുന്നതല്ലേ അന്യ വീട്ടിൽ പോയി ജീവിക്കണ്ടേന്ന്. പെൺപിള്ളേർ എപ്പോഴും അങ്ങനെ തന്നെ അല്ലേ മോളെ. സ്വന്തം വീട്ടിലെക്കാട്ടിയും കൂടുതൽ ജീവിക്കാൻ പോകുന്നത് അന്യ വീട്ടിൽ തന്നെയാണ്. പിന്നെ ആ വീടാണ് നിങ്ങളുടെ കുടുംബവും വീട്ടുകാരൊക്കെ എന്നും പറഞ്ഞ് പെറ്റതള്ളെ മറക്കുമെന്നാണ് അമ്മ പറഞ്ഞത്. ഇത് നിൻ്റെ വീട് തന്നെയാണ്. നീ ഇപ്പം ഇവിടെ നിൽക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ നിൽക്കുന്നതൊന്നും അവിടെ അല്ലേ. അതും ഉദ്ദേശിച്ച് പറഞ്ഞതാ. പിന്നെ നീ ജോലി ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അതുകൊണ്ടൊന്നുമല്ല. നീ അന്യതല്ല ഇവിടുത്തെ. അവിടുത്തെ ജോലിയും കഷ്ടപ്പാടും ഒക്കെ കഴിഞ്ഞിട്ട് നീ ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വന്ന് നീ ജോലിയോട് ചെയ്യിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഉമ്മ പറഞ്ഞതാ. പിന്നെ പണ്ടത്തെ ജീവിതം പോലെ അല്ലല്ലോ കല്യാണം കഴിഞ്ഞാൽ. പിന്നെ അവരെന്തെങ്കിലും പറയുന്നത് പെട്ടെന്നൊരു പെണ്ണ് ചെന്ന് കയറി കഴിയുമ്പോൾ അവരുടെ സ്വാതന്ത്ര്യമൊക്കെ പോകുന്നതെന്നൊക്കെ വിചാരിച്ച് അവരങ്ങനെ പറയുന്നതാ. അത് കണ്ടില്ലെന്ന് മോളടിച്ചാൽ മതി, അത് താനേ അങ്ങ് മാറിക്കോളും. അല്ലാതെ അവരെ കൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. പെട്ടെന്നൊരു പെണ്ണിന് ചെന്ന് കയറുമ്പോൾ അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമ്പോൾ മോള് പറച്ചില്ല അത്. അല്ലാതെ നിന്നെ അവർക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നും അല്ലല്ലോ. അതുകൊണ്ട് മോള് മനസ്സിലാത്തൊന്നും വെറുതെ ഒന്നും കരുതിയൊന്നും വേണ്ട. ഓരോരുത്തരുടെ ജീവിതം കാണുമ്പം തന്നെ ഉമ്മക്ക് പേടിയാണ്. നീ ഇപ്പോൾ അവിടെ 2 ദിവസം നിൽക്കാൻ വരുമെന്ന് പറയുമ്പം തന്നെ ഉമ്മക്കൊരു അങ്കലാപ്പാണ്. എന്തിനാണാവോ, പിണങ്ങിയിട്ടാണോ, എൻ്റെ മോൾക്ക് സന്തോഷമുള്ള ജീവിതമാണോ അതല്ലയോ എന്നുള്ള പേടി കൊണ്ട് മാത്രമാണ് പൊന്നുമോളെ. അല്ലാതെ പെൺമക്കൾ ഒരിക്കലും വീട്ടുകാർക്ക് ബാധ്യതയൊന്നല്ല. അവരൊരു ജീവിതത്തിലേക്ക് പറഞ്ഞു വിടുന്നതാണ്. അവർ നന്നായി ജീവിക്കുന്നുണ്ടെന്ന് അറിയുമ്പോഴാണ് ഏതൊരു മാതാപിതാക്കൾക്കും സന്തോഷം ഉണ്ടാകുന്നത്. അതുകൊണ്ട് പറഞ്ഞതാ. ഇനിയുമ്പോൾ ഒന്നും പറയുന്നില്ല. നീ നിൻ്റെ പഴയ വീട് പോരെ, നീ എന്താണെന്ന് വെച്ചാൽ നീ ചെയ്തോ. ഞാൻ പോയിരുന്ന് റെസ്റ്റ് എടുക്കാം പോരെ.